സർ, ശബരിമലയുടെ ചരിത്രത്തിൽ ആദ്യമായി നിലയ്ക്കൽ നേരിട്ട് കുടിവെള്ളം എത്തിക്കാൻ തീർത്ത ബൃഹത്തായ സംഭരണികളോട് ചേർന്ന് ചെറുവള്ളിക്കാവ് ക്ഷേത്രത്തിനും ഗോശാലയ്ക്കും സമീപം തീർത്ഥാടകർക്കായി ഭക്ഷണശാലയ്ക്കും താമസ സൗകര്യത്തിനും സൗകര്യമൊരുക്കുന്നതിനും വനത്തിന്റെ നടുവിൽ ജലസംഭരണിയുടെ ഹൃദയഹാരിയായ ദൃശ്യാനുഭവം തീർക്കുന്ന മണിയാർ ടൂറിസം പദ്ധതിക്ക് ടൂറിസം വകുപ്പിന് ആവശ്യമായ പിന്തുണ നൽകുന്നതിനും നടപടി സ്വീകരിക്കുമോ എന്നതാണ് ചോദ്യം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശബരിമലയിൽ നിലയ്ക്കൽ കുടിവെള്ളം എത്തി എന്നുള്ളതാണ്. ഇക്കാലം ഇത്രയും അതിനുള്ള സൗകര്യമില്ലായിരുന്നു. ആദ്യമായിട്ടാണ് ശബരിമലയിൽ കുടിവെള്ളം എത്തുന്നത്. വർഷം തോറും ഏതാണ്ട് 4.25 കോടി രൂപ ടാങ്കർ ലോറിയിൽ വെള്ളം അടിച്ചിരുന്ന സ്ഥലത്ത് നിലയ്ക്കൽ വരെ കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ പത്തനംതിട്ടയിലെ നിലയ്ക്കൽ ബേസ് ക്യാമ്പിലുള്ള പള്ളിയറക്കാവ്, ഗോശാല, BSNL എന്നിവിടങ്ങളിലെ ജലവിതരണ ഘടകങ്ങൾ അവിടെയാണ് സംഭരണം നടത്തുന്നത്. അതിനോടനുബന്ധമായി ഏതാണ്ട് ഗസ്റ്റ് ഹൗസ് പോലെ തന്നെ 60ഓളം റൂമുകൾ നമുക്ക് നൽകാനായിട്ട് കഴിയും. അതോടൊപ്പം തന്നെ ഭക്ഷണശാല, അനുബന്ധ സൗകര്യങ്ങൾ ഇതെല്ലാം തന്നെയും ഈ വരുന്ന മാർച്ച് ഏപ്രിൽ മാസത്തോടുകൂടി പൂർത്തീകരിക്കാൻ കഴിയും. അത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉദ്ഘാടനം ബഹുമാനായ മുഖ്യമന്ത്രി നിലയ്ക്കൽ വന്ന് നിർവഹിക്കുന്നതായിരിക്കും.